കഥ തുടരുന്നു. രാത്രിയുടെ രണ്ടാം യാമം എപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ടും പ്രിയംവദയ്ക്ക് ഇന്ന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അരികിൽ ഭർത്താവ് കൂർക്കം വലിച്ചുറങ്ങുന്നു. അവൾക്ക് കുറ്റബോധം തോന്നി. താൻ ആദ്യമായി അനന്തേട്ടനെ വഞ്ചിച്ചിരിക്കുന്നു. എന്നാലും ഒരുപക്ഷെ ആകെ അപകടമായേനെ. രവീന്ദ്രൻ്റെ അരികിൽ നിന്നും മടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ താൻ തന്നെക്കുറിച്ച് ഓർത്തത് തന്നെ എന്നതാണ് സത്യം. വേഗം വന്ന് കുളിപ്പുരയിൽ കയറി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനന്തേട്ടൻ്റെ ശബ്ദം കേട്ടു. നീ ഈ ഇരുട്ടിൽ നിന്നാണോ പ്രിയമതയെ കുളിക്കുന്നത്? വല്ലാത്തൊരു ഞെട്ടൽ തോന്നി. ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അനന്തേട്ട, അത് വിളക്കുണ്ടായിരുന്നു, അണഞ്ഞുപോയി. നിന്റെ ശബ്ദത്തിനെന്താ ഒരു വല്ലായ്മ? അതോ വെള്ളം മാറി കുളിച്ചത് കാരണം പനി പിടിച്ചെന്നൊരു സംശയം. പാവം, അത് അപ്പാടെ വിശ്വസിച്ച് കളഞ്ഞു. തീപ്പൊട്ടിയൊരിച്ച് വിളക്ക് കത്തിച്ചു തന്നു. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുഖത്തേക്കൊന്ന് നോക്കാൻ കൂടി കഴിഞ്ഞില്ല. അത്ര മാത്രമുണ്ടായിരുന്നു കുറ്റബോധം. പ്രിയമത ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പാടില്ലായിരുന്നു. എന്തൊക്കെയായാലും താൻ സമ്മതിക്കരുതായിരുന്നു. പക്ഷേ തൻ്റെ ശരീരത്തിൽ അയാളുടെ വിരലുകൾ അരിച്ചു നടന്നപ്പോൾ വികാരം ഒന്നാകെ കെട്ടഴിഞ്ഞു വീഴുകയായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അനന്തേട്ടൻ്റെ പുരുഷത്വത്തിന് മങ്ങലേറ്റു എന്നത് നേരെ. ആശകളും ആരോഗ്യവുമുള്ള താൻ ഇത്രയും കാലം എന്നിട്ടും പിടിച്ചു നിന്നില്ലേ? ഒടുവിൽ സംഭവിച്ചു പോയി. ഇനി പക്ഷേ ഇത് ആവർത്തിക്കാതിരുന്നാൽ മതിയായിരുന്നു. മടങ്ങാൻ നേരെ രവീന്ദ്രൻ പറഞ്ഞ വാക്കുകൾ പൊടുന്നതിനെ കാതുകളിലെത്തി. പ്രിയമത ചേച്ചി, ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചേച്ചിയോളം ആവേശമുള്ള, ആനന്ദിപ്പിക്കാൻ കഴിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. താൻ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ രവീന്ദ്രൻ തന്നെ ചേർത്തണച്ചു. എനിക്കൊരിക്കലും ചേച്ചിയെ മറക്കാനാവില്ല. ഇനിയും ഞാൻ വരും. ഇതുപോലെ സന്ധ്യ കഴിഞ്ഞ് ചേച്ചി കുളിക്കാനിറങ്ങിയാൽ മതി. ആരും അറിയില്ല. എന്നാലും രവീന്ദ്ര, വേണ്ട, ഒന്നും പറയണ്ട. എന്നെ മറക്കുവാൻ ചേച്ചിക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ പറ. താൻ മിണ്ടിയില്ല. രവീന്ദ്രനെ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി എന്നതാണ് സത്യം. ആ പുരുഷത്വത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞു പോയി എന്നതാണ് വാസ്തവം. എന്താ ചേച്ചിയൊന്നും പറയാത്തത്? ഞാൻ വെറുതെ വിൽക്കണ്ട. നാണമില്ലല്ലോ ഇങ്ങനെ ഒന്നും ഉടുക്കാതെ നിൽക്കാൻ? തൻ്റെ മാറിൽ തട്ടിക്കൊണ്ടാണ് അയാൾ ചോദിച്ചത്. ചി, നാണിച്ചു പോയി. അപ്പോഴാണ് തൻ്റെ നഗ്നതയെക്കുറിച്ച് ഓർത്തത് തന്നെ. ഉറക്കത്തിൽ അനന്തപത്മനാഭൻ എന്തോ പറഞ്ഞു. പ്രിയമത ഒന്ന് ഞെട്ടി. പിന്നെ ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഭർത്താവിനോട് ചേർന്ന് കിടന്നു. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ തറവാടിന് മുന്നിൽ ഒരു ലോറി വന്നു നിന്നു. അതിൽ മൂസാക്കുട്ടിയുടെ നേതൃത്വത്തിൽ 12ഓളം പുരുഷന്മാരുണ്ടായിരുന്നു. അവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അനന്തപത്മനാഭൻ ഇറങ്ങി റോഡിലേക്ക് ചെന്നു. അപ്പോൾ മൂസാക്കുട്ടിയും മറ്റും മഴു, കോടാലി, കൈവാൾ, വെട്ടുകത്തി തുടങ്ങി തങ്ങളുടെ പണിയായുധങ്ങൾ മുഴുവൻ പുറത്തിറക്കുകയായിരുന്നു. അനന്തപത്മനാഭനെ കണ്ടപ്പോൾ മൂസാക്കുട്ടി ചിരിച്ചു. ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയി. സാരമില്ല, ഇന്നിനി ഏതായാലും ഒന്നും നടക്കില്ലല്ലോ. ഇത്രയൊക്കെ ആയപ്പോഴേക്കും എവിടെ നിന്നോ ആൾക്കാർ അവിടെ കൂടാൻ തുടങ്ങി. മൂസാക്കുട്ടിയും അനന്തപത്മനാഭനും മുഖാമുഖം നോക്കി. ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരുന്നു. എന്താ എല്ലാവരും കൂടി? ഒന്നും അറിയാത്ത ഭാവത്തിൽ അനന്തപത്മനാഭൻ ഗോവിന്ദമാമനോട് തിരക്കി. സർപ്പക്കാവിലെ തടികൾ വെട്ടിക്കേണ്ട എന്നാണ് നാട്ടുകാരുടെ തീരുമാനം. മറ്റെവിടെയോ നോക്കിക്കൊണ്ടാണ് മാമൻ പറഞ്ഞത്. അത് ശരി, അത്രയേ ഉള്ളോ കാര്യം? അനന്തപത്മനാഭൻ ചിരിച്ചു. ഞാൻ നാട്ടുകാരിൽ ആരുടെയും പറമ്പിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കുവാൻ വന്നില്ല. ഇത് എൻ്റെ പറമ്പാണ്. ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ താൻ മാത്രം തീരുമാനിച്ചാൽ പോരടോ? ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ആരോ വിളിച്ചു പറഞ്ഞു. ഈ ഗ്രാമത്തിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളൊക്കെ കൂടിയാ. പറഞ്ഞവനെ കണ്ടില്ലെങ്കിലും ആ മുഖമടിച്ച് ഒന്ന് കൊടുക്കാനുള്ള ആവേശമുണ്ടായിരുന്നു അനന്തപത്മനാഭന്. എവിടെ നിന്നോ രവീന്ദ്രൻ ഓടിക്കുന്ന ചെത്തി. അനന്തപത്മനാഭൻ അയാളുടെ കാതിൽ എന്തോ പറഞ്ഞു. തലയും കുലുക്കി രവീന്ദ്രൻ വേഗം പോയി. റോഡിൽ ബഹളം നടക്കുമെന്ന് തോന്നിയതിനാൽ പ്രിയംവദയും രാഹുലും രജനിയും പടിപ്പുരയിലേക്ക് വന്നു. അനന്തപത്മനാഭനെ പിന്തിരിപ്പിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങളൊക്കെ വിഫലമായതേയുള്ളൂ. അതെന്നാടി, നമ്മുടെ പുരയിടത്തിലെ തടി വെട്ടുന്നതിന് ഇവൻ്റെയൊക്കെ ലൈസൻസ് വേണോ? ഒരാൾ മൂസാക്കുട്ടിയുടെ അടുത്ത് ചെന്നു. തനിക്ക് ജീവൻ വേണമെങ്കിൽ മടങ്ങിപ്പോയിക്കോ. അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും വാങ്ങിക്കൊണ്ട്. ആ പറഞ്ഞവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മൂസാക്കുട്ടി ഒരു വെട്ടുകത്തി വലിച്ചെടുത്തു. നോക്ക്, വർഷം 10-12ആയി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. അന്നു മുതൽ എൻ്റെ കയ്യിലിരിക്കുന്ന വെട്ടുകത്തിയായത്. മൂസാക്കുട്ടിയെ കളി പഠിപ്പിക്കല്ലേ. ഒത്തിരി കളി കണ്ടിട്ടും കളിച്ചിട്ടുമുള്ളവനാ ഞാൻ. അഡ്വാൻസ് കൊടുത്ത തടി വെട്ടാതെ മടങ്ങിയ ചരിത്രം ഇന്നുവരെ എനിക്കില്ല. എങ്കിൽ ഇത്തവണ അത് വേണ്ടി വരുമടാ. കുറേ ആൾക്കാർ അവന് ചുറ്റും ഒരു വലയം തീർത്തു. മൂസാക്കുട്ടിയുടെ കൂടെ വന്നവർ ഒന്നിനും മടിക്കാത്തവരായിരുന്നു. കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊക്കെ അവരും വലിച്ചെടുത്തു. റോഡിൽ സംഘർഷം മുറുക്കി. എവിടെയെങ്കിലും ഒരു മണൽത്തരി വീണാൽ മതി ആകെ കുഴയുവാൻ. പെട്ടെന്ന് ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. പലരും നെറ്റിച്ചുളിച്ചു. പോലീസ് ജീപ്പ് അത് വന്ന് അവർക്കരികിലായി ബ്രേക്കിട്ടു. SIയും പോലീസുകാരും ചാടിയിറങ്ങി. അപ്പോൾ ജനങ്ങൾ മറ്റൊരു കാഴ്ച കണ്ടു. ജീപ്പിൽ നിന്നും രവീന്ദ്രനും ഇറങ്ങുന്നു. ആഹാ, നീ അപ്പോൾ മറുകണ്ഠം ചാടി അല്ലടാ? ആരോ വിളിച്ചു ചോദിച്ചു. രവീന്ദ്രൻ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അയാളുടെ കണ്ണുകൾ പടിപ്പുരയിൽ നിന്നിരുന്ന പ്രിയമതയിലായിരുന്നു. അവൾ പെട്ടെന്ന് തല കുനിച്ചു കളഞ്ഞു. എന്താ ഇവിടെ പ്രശ്നം? SI കുട്ടപ്പൻ എല്ലാവരോടും കൂടിയാണ് തിരക്കിയത്. അനന്തപത്മനാഭൻ മുന്നോട്ട് നീങ്ങി നിന്നു. എൻ്റെ വസ്തുവിൽ നിൽക്കുന്ന കുറേ തടികൾ വിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞു തുടങ്ങി. കാവിലെ തടികളെ സാറേ? ആരോ വിളിച്ചറിയിച്ചു. മിണ്ടാതെ നിൽക്കടാ, കുട്ടപ്പൻ അലറി. അവിടെ നിശബ്ദത പരന്നു. ഇനി നിങ്ങൾ പറയൂ. അനന്തപത്മനാഭൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ SI കേട്ടു. ഇതിനിടയിൽ ആരോ ഒരു കസേര കൊണ്ട് കൊടുക്കുകയും
SI അതിൽ ഇരിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കട്ടെ. കുട്ടപ്പൻ ജനങ്ങളെ നോക്കി. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ഗോവിന്ദമാമനെ മറ്റുള്ളവർ മുന്നോട്ട് ഉന്തിവിട്ടു. സാർ, ഗോവിന്ദമാമൻ പറഞ്ഞു തുടങ്ങി. ഈ തടികൾ നിൽക്കുന്നത് ഒരു സർപ്പക്കാവിലാണ്. ആ കാവ് വെട്ടിത്തെളിച്ചാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഗ്രാമീണർ മുഴുവനും കൂടിയാണ്. എങ്ങനെ? സർപ്പകോപം ഗ്രാമീണരെ മുഴുവൻ പാമ്പുകൾ കടിച്ചെന്നിരിക്കും. SI അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരാണ്? ഇക്കാലത്തും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ കഴിയുന്ന നിങ്ങളെയൊക്കെയാണ് ആദ്യം തല്ലേണ്ടത്. ഗോവിന്ദമാമൻ വിളറിപ്പോയി. ജനങ്ങൾ മുഖാമുഖം നോക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ട് അനന്തപത്മനാഭൻ SIയെ പേഴ്സണായി കണ്ട വിവരം അവരാരും അറിഞ്ഞിരുന്നുമില്ല. കുട്ടപ്പൻ തുടർന്നു. കാടും പടർപ്പും പിടിച്ചു കിടന്നാൽ അതിനുള്ളിൽ പാമ്പുകളും എലികളും മറ്റും താമസിക്കുക സാധാരണയാണ്. ഇങ്ങനെയുള്ള കാടുകൾ പിന്നീട് സർപ്പക്കവായി തീരും. കാരണം പാമ്പുകളോടുള്ള പേടി കൊണ്ട് പലരും പിന്നീട് അതിനുള്ളിലേക്ക് കടക്കുവാൻ മടിക്കുന്നു. ഇവിടുത്തെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇത് അനന്തപത്മനാഭൻ്റെ സ്വന്തം വസ്തു. അതിനുള്ളിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നാട്ടുകാരല്ല, അയാളാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ വീട്ടുകാര്യങ്ങളിൽ ഇയാൾ ഇടപെടാൻ വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ആൾക്കാർക്കിടയിൽ പിറുപിറുക്കലുണ്ടായി. SI പിന്നെയും പറഞ്ഞു. ഇവിടെ നിങ്ങൾ കാണിച്ചത് തികച്ചും അനാവശ്യം. സംഘർഷാവസ്ഥയുണ്ടാക്കിയതിൻ്റെ പേരിൽ നിങ്ങളുടെ പേരിൽ എനിക്ക് കേസെടുക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങളുടെ അജ്ഞത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇനിയും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ ഞാൻ കൈകെട്ടി നോക്കിയിരിക്കില്ല. ഇവരുടെ കാര്യത്തിൽ ഇടപെടുവാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉടനെ പിരിഞ്ഞു പോകണം. ആൾക്കാർ ഒന്ന് മടിച്ചു. അനുസരിക്കാൻ നിങ്ങൾക്ക് ഭാവമില്ലെങ്കിൽ കുറേ പേരെ ഈ ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയേക്കാം. അത് കേട്ടതും ആൾക്കാർ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ നിന്നകന്നു. SI അനന്തപത്മനാഭനെ നോക്കി. മതി സാർ, അയാൾ സന്തോഷത്തോടെ അറിയിച്ചു. യാത്ര പറഞ്ഞ് പോലീസ് സംഘം മടങ്ങി. നിങ്ങൾ വരിക, അനന്തപത്മനാഭൻ മൂസാക്കുട്ടിയോടും മറ്റും പറഞ്ഞു. അവർ തങ്ങളുടെ പണിയായുധങ്ങളുമായി പടിപ്പുര കടന്നു. ലോറി തിരികെ പോയി. രവീന്ദ്രനും അകത്തേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ പ്രിയംവദ വീടിനുള്ളിൽ മറഞ്ഞു. അയാളുടെ ചുണ്ടിൽ ഒരു ചിരിയൂറി. ഈ നേരം സർപ്പക്കാവിനുള്ളിലെ ചിതൽ പുറ്റുടഞ്ഞു. അതുവഴി ഒരു കരിമൂർക്കൻ്റെ ശിരസ് പുറത്തേക്ക് വന്നു. സീൽക്കാരം കാവിൽ മുഴങ്ങി. തറവാടിൻ്റെ തെക്കുഭാഗമാണ് മൂസാക്കുട്ടിക്ക് മറ്റുമായി മാറ്റിയിട്ടിരുന്നത്. അവർ അവിടെ തങ്ങളുടെ പണിയായുധങ്ങൾ വച്ചിട്ട് തിരികെ വന്ന് ഉമ്മർത്തിരുന്ന് അനന്തപത്മനാഭനുമായി സൗഹൃദ സംഭാഷണങ്ങളിൽ മുഴുകി. രവീന്ദ്രനും ചർച്ചകളിൽ സജീവമായി പങ്കുകൊണ്ടു. ഇടയ്ക്ക് കാപ്പിയുമായി എത്തിയ പ്രിയമതയെ രവീന്ദ്രൻ ഒളിക്കണ്ണാലെ ഒന്ന് നോക്കി ഊറിച്ചിരിച്ചു. പ്രിയമതയുടെ ചുണ്ടിലും ഒരു ചെറുചിരി മിന്നി മറിഞ്ഞോ? രവീന്ദ്രന് അങ്ങനെ തോന്നി. അവൾ മടങ്ങിപ്പോയി. മൂസാക്കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ മുറ്റത്തിൻ്റെ കോണിൽ വെച്ച് ഭക്ഷണം തയ്യാറാക്കുവാൻ തുടങ്ങി. എവിടെ പണിയെടുക്കാൻ പോയാലും മൂസാക്കുട്ടിയുടെ രീതി അതാണ്. സ്വയം ഭക്ഷണം ഉണ്ടാക്കുക. അതുകൊണ്ട് ഗുണങ്ങൾ ഏറെയാണ്. അധികം ചിലവില്ല, സമയവും ലാഭം. സന്ധ്യയായപ്പോൾ രവീന്ദ്രൻ യാത്ര പറഞ്ഞു പോയി. പടിപ്പുരയ്ക്ക് അടുത്തെത്തിയപ്പോൾ തിരിഞ്ഞ് കിണറിൻ്റെ ഭാഗത്തേക്ക് നോക്കി. പ്രിയമത അവിടെ വെള്ളം കോരുന്നുണ്ടായിരുന്നു. താൻ പിന്നെ വരുമെന്ന് അവളെ ആംഗ്യം കാണിച്ചിട്ടാണ് അയാൾ പോയത്. പ്രിയമത വല്ലാതെയായി. അയാൾ ആംഗ്യം കാട്ടിയത് മറ്റാരെങ്കിലും കണ്ടോ എന്നറിയാൻ പേടിയോടെ അവൾ ചുറ്റും നോക്കി. ആരും കണ്ടില്ല. ഇരുൾ എങ്ങും വ്യാപിച്ചു. രജനി പൂമുഖത്ത് വിളക്ക് വച്ചു. തുളസിത്തറയിൽ ഒരു തിരി കൊളുത്തി. പ്രിയമത അടുക്കള ജോലികളൊക്കെ അവസാനിപ്പിച്ചിരുന്നു. ഇനി കുളിക്കണം. പക്ഷേ പുറത്ത് രവീന്ദ്രൻ കാത്തു നിൽക്കുന്നുണ്ടാവും എന്നുള്ള ഓർമ്മ അവളെ ബുദ്ധിമുട്ടിച്ചു. ഈ രാത്രി കുളിക്കാതെ കഴിയാമെന്ന് വെച്ചാലും ഇനിയും അയാൾ പിന്നാലെ എത്തും. പിടി കൊടുത്തുപോയി. പ്രിയമത ധർമ്മസങ്കടത്തിലായി. മൂസാക്കുട്ടിയുമായി സംസാരിച്ച് രസം പിടിച്ചിരിക്കുകയാണ് അനന്തപത്മനാഭൻ. കുളിക്കാൻ പോകണോ വേണ്ടയോ? പ്രിയമത ഒരുത്തരം കിട്ടാതെ കുഴങ്ങി. ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പ്രലോഭിപ്പിക്കുന്നത് പോലെ തോന്നി. ചെല്ല് ചെല്ല്. ഒരു ശബ്ദം. പ്രിയമത ഞെട്ടലോടെ ജനാലക്കരികിലേക്ക് നോക്കി. അവിടെ രവീന്ദ്രൻ്റെ മുഖം. അവൾ വിളറിപ്പോയി. ദൈവമേ, ആരെങ്കിലും കണ്ടാൽ? ഞാൻ കുറേ നേരമായി കാത്തു നിൽക്കുന്നു. ഇറങ്ങി വാ. ഞാൻ വരാം. ആരെങ്കിലും കാണും മുമ്പ് പോ. ധൃതിയിൽ പ്രിയമത അങ്ങനെ പറഞ്ഞു പോയി. രവീന്ദ്രൻ പിൻവാങ്ങി. താനൊരു കുരുക്കിൽ അകപ്പെട്ടു കഴിഞ്ഞുവെന്ന് അവൾക്ക് ഉറപ്പായി. പിടിക്കപ്പെട്ടാൽ? അതേക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ അവൾക്ക് കഴിയുമായിരുന്നില്ല. ഛേ, അയാളോട് അങ്ങനെ പറയണ്ടായിരുന്നു. ഇനി മേലാൽ തൻ്റെ അരികിൽ വരരുതെന്ന് പറയേണ്ടതിന് പകരം. പക്ഷേ ഇനിയും അയാൾ വന്ന് വിളിച്ചാലോ? ധൃതിയിൽ സോപ്പും തുവർത്തും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. കുളിപ്പുരയ്ക്കരികിൽ രവീന്ദ്രൻ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ ഇത്രയും താമസിച്ചത് എന്ന് ചോദിച്ചതും അയാൾ അവളെ കെട്ടിപ്പിടിച്ചതും ഒരേ നേരത്തായിരുന്നു. പ്രിയമതയ്ക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. അവളുടെ തടിച്ചു മലർന്ന ചുണ്ടുകൾ അയാളുടെ ചുണ്ടുകൾക്കുള്ളിലായി കഴിഞ്ഞിരുന്നു. പ്രിയമത തരളിതയായി. സോപ്പും തുവർത്തും കയ്യിൽ നിന്നും വഴുതിപ്പോയി. അയാൾ അവളെ കഴിഞ്ഞ ദിവസത്തെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പുൽത്തകിടി അവർക്ക് ശയ്യ ഒരുക്കി. പ്രിയമതയുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണു. അയാളുടെ വിറപ്പുണ്ട വിരലുകൾ അവളെ തഴുകി ഉണർത്തി. പ്രിയമത പൂത്തുലഞ്ഞു. അവളിൽ നിന്നും സ്ത്രീ സഹജമായ ഒരു ഉന്മത്ത ഗന്ധം ഉണ്ടായത് അയാൾ അറിഞ്ഞു. 1000 കുതിരശക്തിയിൽ അവളിലെ സ്ത്രീ ത്രസിക്കുകയായിരുന്നു. രവീന്ദ്ര, അവർ പുൽത്തകിടിയിൽ കെട്ടിമറിഞ്ഞു. പുല്ലുകൾ ചതഞ്ഞുടഞ്ഞു. വികാരത്തിൻ്റെ പാരമ്യതയോടടുക്കവേ പൊടുന്നനെ ഇരുളിൽ ഒരു സീൽക്കാരം കെട്ടി ഇരുവരും ഞെട്ടിപ്പോയി. തൊട്ടരികിൽ എന്തോ ഒരു ചലനം. ജലത്തിലെ ഓളം പോലെ. ഇരുളിൽ ചുവന്നു തിളങ്ങുന്ന 2 കുഞ്ഞിക്കണ്ണുകൾ. അവരുടെ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. ഇരുളിലൂടെ കഴിയുന്നത്ര ശക്തി സമാഹരിച്ച് ഓടുകയായിരുന്നു രവീന്ദ്രൻ.
പലയിടങ്ങളിലും കാൽ തട്ടി വീണിട്ടും അത് കാര്യമാക്കാതെ അയാൾ ഓടി. കാലിൻ്റെ തള്ളവിരലിൻ്റെ അസ്ഥി ഒടിയുകയോ പൊട്ടുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ്. അത്ര ശക്തിയിലാണ് ഒരു കല്ലിൽ കാൽ തട്ടിയത്. പക്ഷേ ഒന്ന് നിൽക്കാനോ കാലിൽ തടവാനോ ഉള്ള സാവകാശമില്ല. പിന്നിൽ ഇരുളിലൂടെ ഒരു ഭയങ്കര പാമ്പ് കുതിച്ചു വരുന്നുണ്ടോ, അതിൻ്റെ സീൽക്കാര ഉയരുന്നുണ്ടോ? അയാൾക്ക് അങ്ങനെ തോന്നി. ആ അവസരത്തിൽ പ്രിയമതയെക്കുറിച്ച് അയാൾ ചിന്തിച്ചില്ല. അവൾ എണീറ്റ് ഓടിപ്പോയിട്ടുണ്ടായിരിക്കും. എന്നാലും ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒന്ന് ഭയപ്പെടുന്നത്. ഇനി എന്തു വന്നാലും ആ തറവാട്ട് വളപ്പിൽ താൻ കാൽ കുത്തുക പോലുമില്ലെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. റോഡിലൂടെ എതിരെ വന്നവർ ആരോ ഓടിവരുന്നത് കണ്ട് ഭയന്നു മാറി. എന്നാൽ രവീന്ദ്രൻ ആരെയും കണ്ടതുകൂടിയില്ല. ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിയൊളിക്കുവാൻ കൊതിച്ച നിമിഷങ്ങളായിരുന്നു അത്. രാത്രി ഏതാണ്ട് 10 മണിയാകുന്നതുവരെ അനന്തപത്മനാഭനും മൂസാക്കുട്ടിയും സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും അവരുടെ ഭക്ഷണം പാകമായി കഴിഞ്ഞിരുന്നു. മൂസാക്കുട്ടി എണീറ്റു. ഇനി രാവിലെ നമുക്ക് പണി തുടങ്ങാം. ശരി, അനന്തപത്മനാഭൻ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. പ്രിയവതേ, ഊണ് വിളമ്പിക്കോളൂ. പിന്നെ തൻ്റെ മുറിയിൽ പോയിരുന്ന ഒരു സിഗരറ്റ് പുകച്ചു. അതിനുശേഷമാണ് അടുക്കളയ്ക്കരികിലുള്ള തളത്തിലേക്ക് ചെന്നത്. അവിടെയായിരുന്നു ഊണുമേശ. പക്ഷേ മേശപ്പുറത്ത് ഒന്നും ഒരുക്കി വയ്ക്കാതിരുന്നത് കണ്ടിട്ട് അയാൾക്ക് ദേഷ്യം വന്നു. പ്രിയവതേ, മറുപടിയില്ല. ഇവളിത് എന്തെടുക്കുകയാ എന്ന് പിറുപിറുത്തുകൊണ്ട് അടുക്കളയ്ക്കുള്ളിൽ കയറി നോക്കി. പ്രിയമതയെ കണ്ടില്ല. പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. അയാൾ അവിടെ എത്തി. ഇരുളിലേക്ക് നോക്കി വീണ്ടും വിളിച്ചു. അപ്പോഴും മറുപടിയില്ല. രാഹുലും രജനിയും അങ്ങോട്ട് വന്നു. എന്താച്ചാ, നിങ്ങളുടെ അമ്മയെവിടെ? അവർ മുഖാമുഖം നോക്കി. കണ്ടില്ലല്ലോ. അനന്തപത്മനാഭൻ അറിയാതെ ഒന്ന് ഞെട്ടി. അപ്പോഴേക്കും കുട്ടികൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓരോ മുറികളും കയറിയിറങ്ങാൻ തുടങ്ങിയിരുന്നു. ഒരിടത്തും പ്രിയമതയില്ല. അനന്തപത്മനാഭൻ ചെന്ന് ടോർച്ച് എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആദ്യമായി അയാൾ കുളിപ്പുരയ്ക്ക് അടുത്താണ് എത്തിയത്. അവിടെ തുവർത്ത് സോപ്പും കിടക്കുന്നത് കണ്ടു. കുളിക്കാൻ കോരിവെച്ച വെള്ളം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അറിയാതെ ഒരു ഭീതി അനന്തപത്മനാഭനെ വലയം ചെയ്തു. ആ പരിസരം മുഴുവൻ അയാൾ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചു. കുറച്ചകലെ ആരോ കിടക്കുന്നത് പോലെ തോന്നിയ അയാൾ ധൃതിയിൽ അങ്ങോട്ട് ചെന്നു. അവിടെ ഒരാൾ പരിപൂർണ്ണ നഗ്നയായി മലർന്ന് കിടപ്പുണ്ടായിരുന്നു. അനന്തപത്മനാഭൻ്റെ ഹൃദയത്തിൽ ഒരു പൊട്ടിത്തെറി നടന്നു. പ്രിയമത. ഒറ്റ നോട്ടത്തിൽ അവളാണെന്ന് വിശ്വസിക്കുവാൻ തന്നെ പ്രയാസം. കാരണം ശരീരത്തിന് ആകെ കരിനീല നിറമായി കഴിഞ്ഞിരുന്നു. പ്രിയമതേ, അയാളുടെ അലർച്ച അവിടെ പ്രകമ്പനം കൊണ്ടു. രാഹുലും രജനിയും അങ്ങോട്ട് കുതിച്ചു. തൊട്ടു പിന്നാലെ മൂസാക്കുട്ടിയും സംഘവും. പ്രിയമതരെ ശവദാഹം കഴിഞ്ഞു. പട്ടടയിലെ തീയണഞ്ഞു. തറവാട്ടിൽ കനത്ത നിശബ്ദത ചേക്കേറി. മുഖാമുഖം നോക്കിയാലും ആരും ആരോടും ഒന്നും പറഞ്ഞില്ല. മനസ്സിനേറ്റ നറുക്കങ്ങൾ അത്രയായിരുന്നു. ശവദാഹത്തിൽ പങ്കുകൊള്ളുവാൻ ആ തറവാട്ട് വളപ്പിലേക്ക് നാട്ടുകാർ ആരും തന്നെ വന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്തതും എല്ലാവരെയും ആശ്വസിപ്പിച്ചതും മൂസാക്കുട്ടിയായിരുന്നു. അനന്തപത്മനാഭന് തൻ്റെ ഒരു സഹോദരനാണ് അയാളെന്ന് തോന്നിയ സമയമായിരുന്നു അത്. അമ്മയുടെ മരണശേഷം രജനി കിടക്കയിൽ നിന്ന് എണീൽക്കുകയോ ജലപാനം പോലും കഴിക്കുകയോ ചെയ്തില്ല. രാഹുൽ കുറെ കൂടി ധൈര്യം കാട്ടി. അവൻ സഹോദരിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആരും കാണാതെ അവനും പൊട്ടിക്കരയുകയായിരുന്നു. അനന്തപത്മനാഭൻ പൂമുഖത്തെ ചാരുകസരയിൽ ആരോടും മിണ്ടാതെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. തനിക്ക് ചുറ്റും മഹാശൂന്യതയാണെന്ന് അയാൾക്ക് തോന്നി. ഒരു മരുഭൂമിയുടെ നടുക്കെത്തിയ പ്രതീതി. പ്രിയമത മരിച്ചു എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അഥവാ അവളുടെ വിയോഗത്തിൽ ഒട്ടേറെ അസ്വാഭാവികതകൾ. അവൾ ഒരിക്കലും അവിടെ പോകേണ്ട ആവശ്യമില്ല, അതും നഗ്നയായിട്ട്. ആ സമയം അവളുടെ ഒപ്പം ആരോ ഉണ്ടായിരുന്നതായി തനിക്ക് സംശയം തോന്നും. SI കുട്ടപ്പൻ സാറും ഈ അർത്ഥം വരത്തക്ക രീതിയിൽ തന്നോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അതാര്? ഈ നാട്ടിൽ ആരെയും പ്രിയമതയ്ക്ക് പരിചയമില്ല താനും. കൂടുതൽ നേരം ചിന്തിച്ചാൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് അയാൾക്ക് തോന്നി. 2-3 ദിവസങ്ങൾ പിന്നിട്ടു. ഒരു സന്ധ്യാനേരത്ത് മൂസാക്കുട്ടി അനന്തപത്മനാഭൻ്റെ മുന്നിൽ വന്നു. അയാൾ ചോദ്യഭാവത്തിൽ മൂസാക്കുട്ടിയെ നോക്കി. മടിയോടുകൂടിയാണ് മൂസാക്കുട്ടി പറഞ്ഞത്. ഞങ്ങൾ തൽക്കാലം മടങ്ങിയാലോ എന്ന് ആലോചിക്കുക. പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞു വരാം. അനന്തപത്മനാഭൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താ അങ്ങനൊരു തീരുമാനത്തിന് ഇപ്പോൾ മുതിർന്നത്? ഇവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ. അതിനിടയ്ക്ക് അനന്തപത്മനാഭൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഇല്ല മൂസാക്കുട്ടി, അങ്ങനെ തോൽക്കുന്നവനല്ല ഞാൻ. നാളെ തന്നെ നിങ്ങൾ പണി തുടങ്ങണം. അത് തീർന്നിട്ട് പോയാൽ മതി. എൻ്റെ പ്രിയമതയെ കൊന്ന പാമ്പിനോട് എനിക്ക് തോന്നുന്നത് പേടിയല്ല, പകയാണ്. സർപ്പക്കാവ് വെട്ടിത്തെളിച്ച് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിച്ചേ എനിക്ക് തൃപ്തിയാകൂ. പ്രിയമതയെ ദംശിച്ച പാമ്പിനെയും അതിൻ്റെ കൂട്ടത്തെയും ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ ഭിത്തിയിലിരുന്ന് ഒരു പല്ല് ചിലച്ചു. അനന്തപത്മനാഭൻ കോപത്തോടെ ചാടി എണീറ്റ് അതിനു നേരെ കൈ വീശി. പിറ്റേന്ന് രാവിലെ തന്നെ മൂസാക്കുട്ടിയും സംഘവും സർപ്പക്കാവ് വെട്ടിത്തെളിക്കുവാൻ തുടങ്ങി. ഒരു നല്ല കമ്പും വെട്ടിയെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അനന്തപത്മനാഭനും അവരോട് കൂടി ഉണ്ടായിരുന്നു. വല്ലാത്തൊരു തരം പകയായിരുന്നു അയാൾക്ക്. തൻ്റെ പ്രിയമതയുടെ ഘാതകനായ പാമ്പിനോടുള്ള രോഷം കടിച്ചമർത്തുകയായിരുന്നു അയാൾ. ഒരു പാമ്പിനെയെങ്കിലും മുന്നിൽ കണ്ടിരുന്നെങ്കിൽ എന്ന് അനന്തപത്മനാഭൻ ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ മുന്നിൽ കാണുന്ന നിമിഷം തന്നെ അതിനെ തല്ലിച്ചതയ്ക്കുവാൻ അയാളുടെ കൈകൾ ത്രസിച്ചു. പടിപ്പുരയ്ക്ക് പുറത്ത് റോഡിൽ ആൾക്കാർ കൂട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു. ഒരു തരം അവിശ്വസനീയതയായിരുന്നു അവർക്ക്. ഭാര്യയുടെ പട്ടണയിലെ തീ അടങ്ങിയിട്ടില്ല. എന്നിട്ടും ഇയാൾ വീണ്ടും ഇതിന് തന്നെ മുതിർന്നല്ലോ, ഒരാൾ പിറുപിറുത്തു. പാമ്പുകളോട് എന്തോ പകയുള്ളത് മാതിരിയാണ് കുട്ടിക്കാലം മുതലേ ഇവൻ്റെ പെരുമാറ്റം. പ്രായം കൂടിയപ്പോൾ ആ സ്വഭാവത്തിന് കാഠിന്യമേറിയിരുന്നേ ഉള്ളൂ, അവരോടൊപ്പമുണ്ടായിരുന്ന ഗോവിന്ദമാമൻ പറഞ്ഞു. ഏതായാലും അയാളും കുടുംബവും നശിക്കാൻ തീരുമാനിച്ചു. അതിനിടയിൽ ഈ ഗ്രാമത്തെ കൂടി വലിച്ചിടണമോ? കാവ് തെളിച്ചു കഴിഞ്ഞാൽ ആ പാമ്പുകൾ പിന്നെ എവിടെ ഇരിക്കും? ഒക്കെ ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങില്ലേ?
ആ കാര്യത്തിലായിരുന്നു തോണ്ടുകണ്ടത്തിൽ കൊച്ചുരാജുവിന് പേടി. ഒന്ന് പെടുക്കാനെങ്കിലും പുറത്തേക്ക് ഇറങ്ങണ്ടേ മനുഷ്യന്? വന്നാൽ പിന്നെ അതിൻ്റെ ബാക്കി. എൻ്റെ പുരയിടത്തിൽ വരുന്ന പാമ്പിനെയൊന്നും ഞാൻ വച്ചേക്കില്ല. കല്ലുപുറത്ത് അഭിലാഷിൻ്റെ അഭിപ്രായം അതായിരുന്നു. ആൾക്കാർ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവരുടെ ശ്രദ്ധ മുഴുവൻ കാവിന് നേരെയായിരുന്നു. പാമ്പുകൾ ചാടി വരുന്നുണ്ടോ? രാഹുൽ നിർവികാര ഭാവത്തിൽ തറവാടിൻ്റെ പടിഞ്ഞാറുപുറത്തെ വരാന്തയിലിരിപ്പുണ്ട്. കാവ് വെട്ടി തെളിക്കണമെന്നോ വേണ്ടെന്നോ ഉള്ള അഭിപ്രായം അവനില്ല. മുംബൈ പട്ടണത്തിൽ ജനിച്ചു വളർന്നവൻ. കാവും കുളവുമൊക്കെ അവന് അന്യമായിരുന്നു, വിശ്വാസങ്ങളും. പക്ഷേ അച്ഛൻ കാവ് തെളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴൊക്കെ അവൻ ഉത്സാഹത്തോടെ പക്ഷെ ചേർന്നിട്ടേയുള്ളൂ. എന്നാലിപ്പോൾ അമ്മയുടെ മരണത്തോടുകൂടി അവൻ്റെ ചിന്തകൾ പോലും മരവിച്ചു പോയിരിക്കുന്നു. കാവ് അവിടെ നിന്നാലും ഇല്ലെങ്കിലും തനിക്ക് യാതൊന്നുമില്ല എന്നൊരു ബോധം മാത്രമുണ്ട്. അകത്ത് കട്ടിലിൽ ഇനിയും കണ്ണീർ തോർന്നിട്ടില്ലാത്ത രജനിക്കും ഏതാണ്ട് ചേട്ടൻ്റെ ചിന്താഗതി തന്നെയാണ്. നാട്ടിലേക്ക് പോരണമെന്നും അച്ഛൻ്റെ തറവാടും ഗ്രാമവുമൊക്കെ കാണണമെന്നും ഏറെ ആഗ്രഹിച്ചതും അതിനുവേണ്ടി നിർബന്ധിച്ചതും താനും രാഹുലണ്ണനുമായിരുന്നു. ഒന്നും വേണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് അത്തരം ഒരാഗ്രഹം മനസ്സിലുദിച്ചത്? പുറത്ത് വെയിലിന് കട്ടിയേറുകയായിരുന്നു. ഒപ്പം റോഡിൽ ആൾത്തിരക്ക് കൂടുകയും ആ ഗ്രാമത്തിലുള്ള പുരുഷന്മാർ മുഴുവൻ അങ്ങോട്ട് വരികയായിരുന്നു. എന്നിട്ടും മുൻനിരയിലോ അനന്തപത്മനാഭൻ്റെ ഒപ്പമോ കാണേണ്ട ഒരാൾ മാത്രം അവിടേക്ക് തിരിഞ്ഞു നോക്കുകൂടി ചെയ്തില്ല, രവീന്ദ്രൻ. പ്രിയമത മരിച്ച വിവരം അയാളും അറിഞ്ഞിരുന്നു. ഒരു വിധത്തിൽ ആ ഒരു മരണത്തിന് താൻ കൂടി ഉത്തരവാദിയാണെന്നൊരു ബോധം അയാളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരുന്നു. ആ രാത്രിയിലേറ്റ നടുക്കത്തിൽ നിന്നും ഇനിയും മോചിതനായിട്ടില്ല രവീന്ദ്രൻ. ഉറക്കത്തിൽ പലതവണ അയാൾ ആ പാമ്പിനെ സ്വപ്നം കണ്ടു. അതിൻ്റെ ചുവന്നു തിളങ്ങുന്ന കുഞ്ഞിക്കണ്ണുകൾ തൊട്ടുമുന്നിൽ എന്നതുപോലെ ഇപ്പോഴും മനസ്സിലുണ്ട്. അതിൻ്റെ സീഴ്ക്കാരൻ ഒരിക്കലും മായാതെ കാതുകളിൽ മുഴങ്ങുന്നു. ഒരു പക്ഷേ ഇത്തിരി അമാന്തിച്ചിരുന്നെങ്കിൽ പ്രിയമതയിലൊപ്പം താനും. അതേക്കുറിച്ച് ചിന്തിക്കാൻ കൂടി അയാൾക്ക് കഴിഞ്ഞില്ല. മൂസക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള 12 ആളുകൾ നിരനിന്ന് കുറ്റിക്കാടുകൾ വെട്ടിമുറിച്ച് പിന്നോട്ട് തള്ളുകയാണ്. കാവിനുള്ളിൽ വർഷങ്ങളായി അടിഞ്ഞുകിടക്കുന്ന കരിയിലകൾ ചിതലരിച്ചതിൻ്റെ ബാക്കി ഒരടിയോളം കനത്തിലെങ്കിലുമുണ്ട്. അതിൽ ചവിട്ടുമ്പോൾ മെത്തയിൽ എന്നതുപോലെയാണ് തോന്നുക. കാര്യം ഇതൊക്കെയാണെങ്കിലും അതീവ ശ്രദ്ധയോടു കൂടിയായിരുന്നു അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഏത് നിമിഷവും തൊട്ടുമുന്നിൽ അവർ ഒരു പാമ്പിനെ പ്രതീക്ഷിച്ചു. ഇനി ഒരാളെ കൂടി പാമ്പ് കടിച്ചാൽ അന്ധവിശ്വാസികൾക്ക് അതൊരു വലിയ ഇരയായിരിക്കും എന്ന് മൂസാക്കുട്ടിക്കും അറിയാം. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, തനിക്ക് ഈ തടികൾ വെട്ടിയിറക്കണം. തൻ്റെ ഇത്രയും കാലത്തെ ബിസിനസ്സുകൾ വച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യേണ്ടത് ഇവിടെ നിന്നാണ്. കണക്കുകൂട്ടലുകൾ ഒരിടത്തും പിഴച്ചിട്ടില്ല. ഇവിടെയും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് മൂസാക്കുട്ടിയുടെ വിശ്വാസം. സമയം ഉച്ചയോടെടുക്കാറായി. കാവിൻ്റെ 1/2 ഭാഗത്തോളം കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചു കഴിഞ്ഞു. ഇതുവരെയും യാതൊന്നും സംഭവിച്ചിട്ടില്ല. അനേകം ചിതൽപുറ്റുകളും മാളങ്ങളും അവർ കണ്ടു. മാത്രമല്ല ചില സമയങ്ങളിൽ കൊടുംവിഷത്തിൻ്റെ കടുത്ത ഗന്ധവും അവർക്ക് അനുഭവപ്പെട്ടു. വർഷങ്ങൾ പ്രായമുള്ള പാമ്പുകൾക്ക് മാത്രമേ അത്രയും വിഷം കാണൂ. അവ ഒന്ന് ദംശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിടത്തും കൊണ്ടുപോയിട്ട് ഫലമില്ല. ഉച്ചഭക്ഷണത്തിന് കാലമായപ്പോൾ തൽക്കാലം അവർ പണി നിർത്തി. അനന്തപത്മനാഭന് നിരാശയാണ് തോന്നിയത്. ഒരൊറ്റ പാമ്പിനെ പോലും കാണാൻ കഴിഞ്ഞില്ല. കാണുന്ന പാമ്പിനെ തല്ലിക്കൊന്ന് റോഡിൽ നിൽക്കുന്ന ചെറ്റകളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഉമ്മറത്തെ ചാരുകസേരയിൽ കിടന്നുകൊണ്ട് അയാൾ റോഡിലേക്ക് നോക്കി. കുറേ ആൾക്കാർ ഇപ്പോഴും അവിടെ കൂടി നിൽപ്പുണ്ട്. ബാക്കിയുള്ളവർ ഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കും. പോയിട്ട് വന്ന് ഇവിടെ വീണ്ടും വായിൽ നോക്കി നിൽക്കാനായിരിക്കും തെണ്ടികൾ. അവരോടുള്ള അമർഷം അയാളിൽ നുരഞ്ഞു പൊത്തി. വെയിൽ തെല്ലൊന്ന് ശമിച്ചു തുടങ്ങിയപ്പോഴാണ് മൂസക്കുട്ടിയും സംഘവും വീണ്ടും പണി തുടങ്ങിയത്. ഇത്തവണ അവർ ഒരു ചെറിയ പാമ്പിനെ കണ്ടു. വെള്ളിക്കെട്ടൻ പാമ്പ് എന്നാരോ പറഞ്ഞതും അവിടേക്ക് കുതിച്ചെത്തിയ അനന്തപത്മനാഭൻ വടി ആഞ്ഞു വീശി കഴിഞ്ഞിരുന്നു. അടിയേറ്റ് പാമ്പ് ചത്തു. എന്നിട്ടും അയാൾ അടി നിർത്തിയില്ല. വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരുന്നു. അവസാനം അടിച്ച കമ്പുകൊണ്ട് തന്നെ പാമ്പിനെ ഉയർത്തിയെടുത്ത് റോഡിൽ നിൽക്കുന്നവർ കാണുകെ പുറത്തേക്ക് എറിഞ്ഞു. അയാൾക്ക് ഭ്രാന്ത് തന്നെയാ, സംശയമില്ല. റോഡിൽ നിന്നവരിൽ ആരോ തെല്ല് ഉച്ചത്തിലാണ് പറഞ്ഞത്. അനന്തപത്മനാഭൻ അത് കേട്ടെങ്കിലും അങ്ങനെ ഭാവിച്ചില്ല. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ കുറ്റിക്കാടുകൾ മുഴുവൻ വെട്ടിത്തെളിച്ച് അകലേക്ക് മാറ്റിക്കഴിഞ്ഞു. സർപ്പക്കാവ് മുറ്റം പോലെ തെളിഞ്ഞു. മാനം നിറഞ്ഞു നിന്നിരുന്ന കനത്ത കാർമേഘം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായതുപോലെയുള്ള ഒരവസ്ഥയായിരുന്നു അവിടെ അപ്പോൾ. സന്തോഷം കൊണ്ട് മൂസക്കുട്ടിക്ക് ഒന്ന് പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നി. കാട് വെട്ടി തെളിക്കും മുമ്പ് താൻ കണ്ടതിൻ്റെ ഇരട്ടി വലിപ്പം തോന്നിക്കുന്നു ഇപ്പോൾ തടികൾക്ക്. അതിനർത്ഥം തൻ്റെ ലാഭത്തിൻ്റെ കണക്കുകൾ ഇനിയും കൂടും. മൂസക്കുട്ടി, അനന്തപത്മനാഭൻ വിളിക്കുന്നത് കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. തറയിൽ കിടക്കുന്ന കരിയിലകൾക്ക് തീ കൊടുത്താലോ? അതൊരു നല്ല കാര്യമാണെന്ന് അയാൾക്കും തോന്നി. അങ്ങനെയാവാം. അനന്തപത്മനാഭൻ തന്നെയാണ് കുറേ കരിയിലകൾ കൂട്ടിയിട്ടതും അതിൽ ലൈറ്റർ തെളിച്ച് തീ പിടിപ്പിച്ചതും. തീ ആളിക്കത്തുവാൻ തുടങ്ങി. ഉണങ്ങിക്കിടന്ന കരിയിലകൾ പൊട്ടലോടെ കത്തിയെരിഞ്ഞു. ആ തീജ്വാലകൾ അനന്തപത്മനാഭൻ്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. ശരീരം നന്നെ വിയർത്തിരുന്നു. കരിയിലകൾ കത്തിയിളങ്ങുവോളം കാത്തുനിന്നിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പാമ്പുകൾ മാളത്തിൽ ഒളിച്ചതാവണം. ഒറ്റയൊരെണ്ണം പുറത്തു വന്നില്ല. അനന്തപത്മനാഭൻ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന വൃക്ഷങ്ങളെ നോക്കി. നാളെ ഇവയുടെ കമ്പുകൾ മുറിച്ചിടും. കടക്കൽ മഴു ആഞ്ഞു പതിക്കും. ഒപ്പം ഒരു കാലഘട്ടത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾ നിലം പൊത്തുകയാവും. സർപ്പക്കാവെന്ന വിശ്വാസം. ഒന്ന് കുളിക്കണം. ഇപ്പോൾ മനസ്സിനെന്തോ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. ക്രൂരമായൊരു സംതൃപ്തി. അയാൾ പിൻവാങ്ങി. ആറ്റിൽ പോയി ഒന്ന് മുങ്ങി കുളിച്ചു കളയാം.
തോർത്തും സോപ്പുമായി അയാൾ ആറ്റിലേക്ക് നടന്നു. വെള്ളം കുറവായിരുന്നു. ഇടയ്ക്കിടെ മണൽപ്പുറ്റുകൾ തെളിഞ്ഞു കാണാം. കണ്ണാടി പോലെ തോന്നിക്കുന്ന ജലം. വർഷകാലമായാൽ ഇവൾ ഭദ്രകാളിയാകും. ചെറുപ്പകാലത്ത് വനത്തിൽ നിന്നും ഒഴുകി വരുന്ന വിറകുകമ്പുകൾ വലിച്ച് കരയ്ക്ക് അടുപ്പിക്കുക ഒരു പ്രധാന പണിയായിരുന്നു. അനന്തപത്മനാഭൻ വേഷം മാറി അരയോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നു. ഐസിൻ്റെ തണുപ്പുണ്ടെന്ന് തോന്നി ആ ജലത്തിന്. ചെറുപ്പത്തിൽ 2 വട്ടമായിരുന്നു കുളിക്കുക എന്നതിനേക്കാൾ ഉപരി ജലത്തിൽ നീന്തി തുടിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. നേരെ സന്ധ്യയാകുന്നു. ആറ്റുതീരത്ത് വളർന്നു നിൽക്കുന്ന പുല്ലാനിക്കാടുകൾ ചെറുകാറ്റിൽ ഉലഞ്ഞു. അയാൾ കരയ്ക്ക് കയറി. അറിയാതൊന്ന് ഞെട്ടി. തൊട്ടുമുന്നിൽ ഒരു സ്ത്രീരൂപം. അവളെ തിരിച്ചറിയാൻ ഇത്തിരി നേരമെടുത്തു. ഒരിക്കൽ തറവാട്ടിൽ വന്ന സ്ത്രീ, കൈനോക്കി ഫലം പറയുന്നവൾ. എന്തു വേണം? അയാൾ ചോദിച്ചു. അനന്തൻ്റെ മുഖത്തേക്ക് തന്നെ അല്പനേരം നോക്കി നിന്നിട്ടാണ് സ്ത്രീ സംസാരിച്ചത്. യജമാ, ഒരിക്കൽ ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടില്ല. അതിൻ്റെ ഫലവും അനുഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും പിന്നെയും അങ്ങ് നാഗങ്ങളെ ദ്രോഹിക്കുന്നു. അനന്തപത്മനാഭന് കലിയാണ് വന്നത്. ഇത് പറയാനാണോ നിങ്ങൾ വന്നത്? എങ്കിൽ കേട്ടോളൂ. ഇനിയും ഞാൻ പാമ്പുകളെ ദ്രോഹിക്കും. മുന്നിൽ വരുന്ന പാമ്പുകളെ കൊല്ലുകയും ചെയ്യും. ആ സ്ത്രീയുടെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നിപ്പൊലിഞ്ഞു. അനന്തപത്മനാഭൻ അത് കണ്ടില്ല. അതിനു മുമ്പേ അയാൾ തിരിച്ചു നടന്നു കഴിഞ്ഞിരുന്നു. 4 അടി നടന്നിട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ആ സ്ത്രീ ജലത്തിലേക്ക് ഇറങ്ങുന്നതാണ് കണ്ടത്. വീണ്ടും വീണ്ടും ആഴത്തിലേക്ക്. അയാൾക്ക് എന്തോ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നാവ് അനങ്ങിയില്ല. ആ സ്ത്രീ കഴുത്തോളം വെള്ളത്തിലായി. പിന്നെയും മുന്നോട്ട്. മൂക്കും മുങ്ങി. നെറ്റിയും ശിരസുമെല്ലാം വെള്ളത്തിനടിയിലായി. അവൾ ശ്വാസം മുട്ടിപ്പിടയുകയോ കൈകാലടിക്കുകയോ ചെയ്തില്ല. അനന്തപത്മനാഭൻ കാത്തുനിന്നു. അവൾ വെള്ളത്തിൽ ഉയർന്നു വന്നില്ല. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇരുൾ എല്ലായിടത്തും വ്യാപിക്കുകയായിരുന്നു. ആ രാത്രി അനന്തപത്മനാഭനെ ഉറക്കം കടാക്ഷിച്ചതേയില്ല. സന്ധ്യനേരത്ത് ആറ്റുവയ്ക്കലുണ്ടായ ആ സംഭവമായിരുന്നു മനം നിറയെ. വെള്ളത്തിലേക്ക് താണു പോകുന്ന ആ സ്ത്രീ. എന്നിട്ടും അവളൊന്ന് പിടയുകയോ ജലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഭാവി അറിയുന്നത് പോലെയുള്ള അവളുടെ സംസാരം, മുന്നറിയിപ്പ്. കൈനോട്ടക്കാരെ പലയിടങ്ങളിലും വച്ച് കണ്ടിട്ടുണ്ട്. ഒക്കെ കാബഡിക്കാർ. മുഖത്ത് നോക്കി ശുഭകരമായ വാർത്തകൾ പറയുമ്പോൾ അറിയാതെ കീശയിലെ പണം അവരുടെ കൈകളിലെത്തുമെന്ന് അക്കൂട്ടർക്കറിയാം. പക്ഷേ ഇവൾ അത്തരത്തിലുള്ളവളാണെന്ന് തോന്നുന്നുമില്ല. ആകെ കൂടി ഒരു ദുരൂഹത. പിന്നീടുള്ള അവളുടെ പലായനം. അനന്തപത്മനാഭൻ വിയർക്കാൻ തുടങ്ങി. തൻ്റെ ബോധമണ്ഡലത്തിൽ എന്തോ ഒരു അവ്യക്തത പോലെ. എവിടെയോ ഒരു ഓർമ്മത്തെറ്റ്. അനന്തപത്മനാഭൻ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അർദ്ധരാത്രി. അനന്തപത്മനാഭൻ പതിയെ എണീറ്റു. മുറിയുടെ മൂലയിൽ വച്ചിരുന്ന വലിയ വടിയെടുത്തു. പാമ്പുകളെ തല്ലിക്കൊല്ലുവാൻ വേണ്ടി കാവിൽ നിന്നും മുറിച്ചു വച്ചിരുന്നതാണ്. അതുമായി അയാൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പകൽ നേരത്തെ മാളങ്ങളിൽ ഒളിച്ചിരുന്ന പാമ്പുകൾ രാത്രിയിൽ പുറത്തെത്തിയിട്ടുണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ ഒന്നില്ലാതെ തല്ലിക്കൊല്ലണം. നാളെ രാവിലെ റോഡിൽ വന്നു നിന്ന് ഇവിടേക്ക് നോക്കുന്ന ഗ്രാമവാസികൾ കാണുന്നത് പാമ്പുകളുടെ കൂനയായിരിക്കണം. താൻ തല്ലിക്കൊന്ന് കൂട്ടിയിട്ടിരിക്കുന്ന പാമ്പുകൾ. എന്നിട്ട് അന്ധവിശ്വാസികളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയണം, കണ്ണു തുറന്ന് നോക്കിക്കൊള്ളണടാ നായിൻ്റെ മക്കളെ, ഈ ചത്തുകിടക്കുന്ന മുഴുവൻ പാമ്പുകളാണ്. കാവ് തെളിച്ചിട്ട് അനന്തപത്മനാഭന് യാതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോടാ. അനന്തപത്മനാഭനാണ് ഞാൻ. നിന്നെയൊക്കെ പോലെ 7ആം കൂലികളല്ല. അയാൾ കാവിനുള്ളിൽ കയറി. മങ്ങിയ നാട്ടുവെളിച്ചം അവിടെ ഉണ്ടായിരുന്നു. പകൽ കത്തിയ കരിയിലകളുടെ ചാരം എങ്ങും ചിതറിക്കിടക്കുന്നു. ചുറ്റുപാടും സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ട് അയാൾ അങ്ങനെ നിന്നു. കയ്യിൽ ഏത് നിമിഷവും പ്രയോഗിക്കുവാൻ പാകത്തിൽ വടി ഉയർത്തിപ്പിടിച്ചിരുന്നു. കുറേ നേരം അങ്ങനെ നിന്നിട്ടും ഒറ്റ പാമ്പിനെയും കണ്ടില്ല. അയാൾ തിരിച്ചു നടക്കുവാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് തറയിൽ കൂണുകൾ മുളയ്ക്കുന്നത് പോലെ എന്തോ ഉണ്ടായി. മുന്നോട്ട് വയ്ക്കാൻ ഉയർത്തിയ അനന്തപത്മനാഭൻ്റെ കാൽ അങ്ങനെ തന്നെ നിന്നു. തറയിൽ ആയിരക്കണക്കിന് മിന്നാമിനുങ്ങുകൾ ചിമ്മുന്നു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. അയാൾ ചുറ്റും നോക്കി. എല്ലായിടത്തും ഒരുപോലെ. ഈ ലോകത്തുള്ള മുഴുവൻ മിന്നാമിനുങ്ങുകളും അവിടേക്ക് എത്തിയതുപോലെ. പിന്നെയും ഉണ്ടായിരുന്ന പ്രത്യേകത. സാധാരണ മിന്നാമിനുകളുടെ നിറമായിരുന്നില്ല അവയ്ക്ക്. കടും ചുവപ്പ് നിറമുള്ള മിന്നാമിനുകൾ. അനന്തപത്മനാഭൻ സൂക്ഷിച്ചു നോക്കി. ഒരേ ക്രമത്തിൽ മിന്നാമിനുകൾ മുകളിലേക്ക് ഉയരുന്നു. ഇത്തവണ അവ്യക്തമായി അയാൾക്ക് കാഴ്ച കാണുവാൻ കഴിഞ്ഞു. നട്ടെല്ലിൽ ഒരു കിടുക്കം. അവ മിന്നാമിനുകളല്ല. പകരം 2 മിന്നാമിനുകൾ ഒരു പാമ്പിൻ്റെ കണ്ണുകളാണ്. അങ്ങനെ ആയിരക്കണക്കിന് പാമ്പുകൾ, പല വലിപ്പത്തിലുള്ളവ. അനന്തപത്മനാഭൻ ആദ്യമായി ദൈവത്തെ വിളിച്ചു. വടി വീശി അവയെ അടിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. കൈകൾ മരവിച്ചു പോയിരുന്നു. പാമ്പുകൾ മുഴുവൻ ശരീരഭാഗങ്ങളും പുറത്തെടുത്തു കഴിഞ്ഞു. അവയുടെ കണ്ണുകളിലെ പ്രകാശത്താൽ അവിടെ നന്നായി കാണാനായി. ഒരു വലിയ പാത്രത്തിലേക്ക് 1000 മണ്ണിരകളെ പിടിച്ചിട്ടാൽ എങ്ങനെ കിടക്കും? അതേ പ്രതീതി. പാമ്പുകളുടെ ശരീരമിളകിയപ്പോൾ തനിക്ക് ചുറ്റും ജലമാണെന്നും അതൊരു വലിയ ചുഴിയായി മാറുകയാണെന്നും അനന്തപത്മനാഭന് തോന്നി. അനന്താ! പെട്ടെന്നൊരു വിളിയച്ചു കേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു. അവിടെ നിന്നിരുന്ന കൂറ്റൻ ആഞ്ഞിലിയിലൂടെ ചുവട്ടിൽ രത്നം പോലെ തിളങ്ങുന്ന അമൂല്യ പ്രകാശം. അതിന് നടുവിൽ ആ സ്ത്രീ, താൻ ആറ്റിൻകരയിൽ വെച്ച് കണ്ടവൾ. അവളുടെ ശിരസിൽ പല വർണ്ണങ്ങൾ ചൊരിയുന്ന ഒരു രത്നം. അതിൻ്റെ പ്രഭയിൽ അയാളുടെ കണ്ണുകൾ മങ്ങി. മുഖം മാത്രമേ ആ സ്ത്രീയുടേതായി ഉണ്ടായിരുന്നുള്ളൂ. ഉടൽ പാമ്പിൻ്റേതാണ്. ഘോരരൂപിണിയായ പാമ്പ്. സാക്ഷാൽ മഹാവിഷ്ണു ശയിക്കുന്ന അനന്തൻ്റെ വലിപ്പമുള്ള പാമ്പ്. സ്ത്രീമുഖം സംസാരിച്ചു. നിന്റെ പേര് സർപ്പശ്രേഷ്ഠൻ്റേതാണെങ്കിലും പ്രവൃത്തി കൊണ്ട് നീ ഞങ്ങളുടെ ഘോരശത്രുവായിരിക്കുന്നു. നിനക്ക് തന്ന മുന്നറിയിപ്പുകളൊക്കെ നീ കാറ്റിൽ പറത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിനക്കിനി മാപ്പില്ല. മാപ്പ് വേണമെങ്കിൽ നീ പ്രായശ്ചിത്തം ചെയ്യണം. ഈ കാവിലെ ഒരൊറ്റ മരങ്ങളും ഇനി നശിക്കാൻ പാടില്ല.
എല്ലാ വർഷങ്ങളിലും മേടമാസത്തിലെ ആയില്യനാളിൽ ഇവിടെ സർപ്പപൂജ നടത്തണം. സർപ്പങ്ങൾക്ക് 100 പാലും നിവേദിക്കണം. ചെയ്യാമോ അങ്ങനെയൊക്കെ? അനന്തപത്മനാഭൻ കടപ്പല്ലാമർത്തി. അയാൾക്ക് രണ്ടാമതൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. പറ്റില്ല എന്ന് പറഞ്ഞതും വടിയും ഉയർത്തിക്കൊണ്ട് അയാൾ സ്ത്രീമുഖമുള്ള പാമ്പിന് നേരെ കുതിച്ചു. പക്ഷേ ആ നിമിഷം അവിടെയുണ്ടായിരുന്ന മുഴുവൻ പാമ്പുകളും അയാൾക്ക് നേരെ കുതിച്ചു ചാടി. ആയിരക്കണക്കിന് പാമ്പുകൾ അയാളുടെ കൈകാലുകളിലും ഉടലിലും കഴുത്തിലും ശിരസിലുമൊക്കെ ചുറ്റി വരിഞ്ഞു. കയ്യിൽ നിന്നും വടി പിടിവിട്ടുപോയി. അനുനിമിഷം പാമ്പുകൾ അയാളെ വരിഞ്ഞു മുറുക്കുകയാണ്. അനന്തപത്മനാഭന് ശ്വാസം വിലങ്ങി. സർവശക്തിയും സമാഹരിച്ച് അയാൾ ഒറ്റ അലർച്ചയായിരുന്നു. അത് ആ ഗ്രാമം മുഴുവൻ കേൾക്കാൻ കഴിയും വിധം ഉച്ചത്തിലായിരുന്നു. പിന്നെ ഒരു നിമിഷത്തെ കനത്ത മൗനം. അച്ഛാ, അച്ഛാ, രാഹുൽ വിളിക്കുന്നു. അയാൾക്ക് വിളി കേൾക്കണമെന്നുണ്ട്, പക്ഷേ നാവനക്കാൻ കഴിയുന്നില്ല. അച്ഛാ, എന്തു പറ്റി അച്ഛാ? രാഹുലും രജനിയും ഒരേ ശബ്ദത്തിൽ തിരക്കി. അവർ നോക്കുമ്പോൾ അനന്തപത്മനാഭൻ കിടക്കയിൽ കിടന്ന് മരണപരാക്രമങ്ങൾ കാണിക്കുകയാണ്. പുറത്തെ വാതിലിൽ ആരോ ആഞ്ഞു മുട്ടുന്നു. അനന്ത സാറേ, എന്തുണ്ടായി? വാതിൽ തുറക്ക്. മൂസാക്കുട്ടിയായിരുന്നു അത്. അയാളോടൊപ്പം പണിക്കുന്നു വന്നവർ മുഴുവനും ഉണ്ടായിരുന്നു. അനന്തപത്മനാഭൻ പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു. മുന്നിൽ വിളക്കുമായി നിൽക്കുന്ന മകനും മകളും. എന്താ അച്ഛാ? എന്തിനാ അച്ഛൻ നിലവിളിച്ചത്? പാമ്പ്. വളരെ പ്രയാസപ്പെട്ടാണ് അയാൾ അത്രയും പറഞ്ഞത്. എവിടെ? നിലവിളി പോലെയായിരുന്നു മക്കളുടെ ശബ്ദം. അയാൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. വിശ്വാസം വരാഞ്ഞ് തലയിലും കഴുത്തിലുമൊക്കെ തപ്പി നോക്കി. എവിടെ? താൻ സർപ്പക്കാവിനുള്ളിലല്ല, കട്ടിലിൽ കിടക്കുകയാണ്. അപ്പോൾ താൻ കണ്ടത് സ്വപ്നമോ? അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല. പുറത്തുനിന്നും വീണ്ടും മൂസാക്കുട്ടിയുടെ ശബ്ദം കേട്ടു. രാഹുൽ ചെന്ന് വാതിൽ തുറന്നു. എന്തിനാ നിലവിളിച്ചത്? ആരാ നിലവിളിച്ചത്? മൂസാക്കുട്ടി ഉദ്വേഗത്തോടെ തിരക്കി. അച്ഛൻ്റെ സ്വപ്നം കണ്ടതാ. അങ്ങനെ പറയുമ്പോൾ രാഹുലിന് ലേശം ജാള്യത തോന്നി. അത്രയേ ഉള്ളൂ? ഞങ്ങളാകെ ഭയന്നു പോയല്ലോ. എവിടെ അനന്ത സാർ? കിടക്കുകയാണ്. എങ്കിൽ ഞങ്ങൾ ശല്യപ്പെടുത്തുന്നില്ല. മൂസാക്കുട്ടിയും കൂട്ടരും തിരിച്ചു നടന്നു. വാതിലടച്ച് രാഹുൽ തിരികെ ചെല്ലുമ്പോൾ രജനി പകർന്നു കൊടുത്ത ജലം ആർത്തിയോടെ കുടിക്കുകയായിരുന്നു അനന്തപത്മനാഭൻ. പിന്നീട് അയാൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ഓടിത്തളർന്നവനെ പോലെ കിതച്ചു. അച്ഛൻ എന്ത് സ്വപ്നമോ കണ്ടത്? പാമ്പിനെയാണോ? രാഹുൽ ചോദിച്ചു. ഇത്തിരി നേരം മകൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു അയാൾ. പിന്നെ അറിയിച്ചു. ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ പോയി കിടന്നോളൂ. ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞാൽ അവരും ഭയപ്പെടും എന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമുണ്ടായിരുന്നില്ല. രാഹുലും രജനിയും തങ്ങളുടെ മുറിയിലേക്ക് പോയി. ആ രാത്രി പിന്നീട് അനന്തപത്മനാഭന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടച്ചാലുടനെ സർപ്പത്തിൻ്റെ ഉടലും മനുഷ്യസ്ത്രീയുടെ ശിരസ്സുമുള്ള ആ രൂപം മനസ്സിലെത്തുകയായി. പിറ്റേന്ന് പ്രഭാതം. കിടക്ക വിട്ട് എണീറ്റപ്പോൾ തന്നെ വല്ലാത്ത ക്ഷീണം തോന്നി അനന്തപത്മനാഭന്. ഇന്നലെ എന്തുപറ്റി എന്നുള്ള മൂസക്കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒഴിഞ്ഞുമാറി. എന്നാൽ ആ രാത്രി കൊണ്ട് തന്നെ അയാൾ ഉറച്ച ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരുന്നു. അതിൻ പ്രകാരം മക്കളോട് പറഞ്ഞു. ഇന്ന് തന്നെ നിങ്ങളെ മുംബൈക്ക് മടക്കി അയക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താച്ചാ പെട്ടെന്നിങ്ങനെ? ഒന്നും ഇപ്പോൾ ചോദിക്കരുത്, ഒക്കെ പിന്നീട് പറയാം. 12:00-ക്കാണ് ട്രെയിൻ. റിസർവേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പോയേ മതിയാകൂ. ഞാൻ പോയി ഒരു ടാക്സി വിളിച്ചുകൊണ്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ ഒരുങ്ങിക്കോളൂ. അനന്തപത്മനാഭൻ ധൃതിയിൽ പുറത്തേക്ക് പോയി. രാഹുലും രജനിയും ഒന്നും മനസ്സിലാകാതെ മുഖാമുഖം നോക്കി. 1 മണിക്കൂറോളം കഴിഞ്ഞ് കുളി കഴിഞ്ഞു വന്ന രജനി വസ്ത്രങ്ങൾ എടുക്കുവാൻ വേണ്ടി പെട്ടി തുറക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ നടുങ്ങി പിന്നോട്ട് മാറി. പെട്ടിക്കുള്ളിൽ തുറവളഞ്ഞിരുന്ന ഒരു ഘോരമൂർഖൻ തലയുയർത്തി കഴിഞ്ഞിരുന്നു. അവൾക്കൊന്ന് നിലവിളിക്കാൻ കൂടി കഴിഞ്ഞില്ല. അതിനു മുമ്പ് അത് ആഞ്ഞു കൊത്തിക്കഴിഞ്ഞിരുന്നു. തനിക്ക് ചുറ്റും ആ മുറി വട്ടം കറങ്ങുന്നത് രജനി അറിഞ്ഞു. അവളുടെ ശരീരം പതിയെ തറയിലേക്ക് ഊർന്നു. തൊട്ടടുത്ത മുറിയിൽ വേഷം മാറി തയ്യാറായി കഴിഞ്ഞിരുന്നു രാഹുൽ. രജനി, നീ ഒരുങ്ങിക്കഴിഞ്ഞോ? അവൻ വിളിച്ചു ചോദിച്ചു. മറുപടി കിട്ടാഞ്ഞപ്പോൾ അവൻ അവളുടെ മുറിയിലേക്ക് നടക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് മേൽക്കൂരയിൽ നിന്നും എന്തോ താഴേക്ക് വീണു. ഒരു വലയം പോലെ. അലറി കരഞ്ഞുപോയി അവൻ. ഒരു പാമ്പായിരുന്നത്. നിലവിളിച്ച അവൻ്റെ നാവിൽ തന്നെ പാമ്പ് ആഞ്ഞുകൊത്തി. ശരീരം മുഴുവൻ ഒരു മിന്നൽ ഉണ്ടായതുപോലെ തോന്നി അവന്. മൂസാക്കുട്ടിയും മറ്റും നിലവിളി കേട്ട് അവിടേക്ക് ഓടി വന്നു. ആ കാഴ്ച കണ്ട് അവരും കിടുങ്ങിപ്പോയി. ഈ സമയം പടിക്കൽ കാറിൻ്റെ ശബ്ദം കേട്ടു. അനന്തപത്മനാഭനായിരുന്നു അതിൽ. തറവാടിന് തെക്ക് ഭാഗത്ത് 2 ചിതകൾ ഒരുങ്ങി. അവയിൽ തീ കത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനന്തപത്മനാഭൻ പൊട്ടിക്കരഞ്ഞുപോയി. ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. മൂസാക്കുട്ടിയും ഒപ്പമുള്ള തൊഴിലാളികൾ പോലും ഈ കാഴ്ച കാണുവാനാവാതെ തല തിരിച്ചു കളഞ്ഞു. അവിടെ 2 മരണങ്ങൾ കൂടി നടന്നതറിഞ്ഞ് നാട്ടിലുള്ള ചിലരെങ്കിലും അവിടേക്ക് വന്നിരുന്നു. കൂട്ടത്തിൽ ഗോവിന്ദമാമനും ഉണ്ടായിരുന്നു. അനന്തനെ ആശ്വസിപ്പിക്കുവാൻ മാത്രം ആരും മുതിർന്നില്ല. ഒക്കെ സ്വയം ഉണ്ടാക്കി വെച്ചതല്ലേ, അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? തോണ്ടുകണ്ടത്തിൽ കൊച്ചുരാജു ആത്മകഥം പോലെയാണ് പറഞ്ഞത്. ഇവിടെ എല്ലാറ്റിനും കാരണക്കാരൻ അയാൾ ഒരുത്തൻ തന്നെയാണ്. ആരുടെയും വാക്കുകളെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്തതിൻ്റെ ഫലം. അനന്തപത്മനാഭൻ തളർച്ചയോടെ വന്ന് ചാരുകർശരയിലേക്ക് വീണു. താൻ മാത്രം ഇനി ബാക്കി. ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ തന്നെ വിട്ടുപോയി. ഇനി ആർക്കു വേണ്ടി താൻ ജീവിച്ചിരിക്കണം? എന്നാലും എല്ലാ സംഭവങ്ങളും അവസാനം വിരൽ ചൂണ്ടുന്നത് സർപ്പക്കാവിന് നേരെയാണ്. ഇനി നാട്ടുകാർ പറയുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടോ? ആദ്യമായി അനന്തപത്മനാഭൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പക്ഷേ അയാൾക്കതൊട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് കൂടുതൽ വാസ്തവം.
നനഞ്ഞിറങ്ങി. ഇനി മുന്നോട്ടോ പിന്നോട്ടോ നോക്കുവാൻ താൻ ഒരുക്കമല്ല. തൻ്റെ മരണം കൂടി നടക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അന്ധവിശ്വാസികളായ ജനങ്ങൾക്ക് തലമുറകളിലൂടെ പകർന്നു കൊടുക്കുവാൻ താൻ കാരണം ഒരു കഥയുണ്ടാകട്ടെ. മനസ്സിൽ തീരുമാനങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു അനന്തപത്മനാഭൻ. അയാളുടെ മുഖത്ത് പൊടുന്നനെ ഉണ്ടായ ഭാവമാറ്റം ഉൾക്കിടലത്തോടെയാണ് മൂസാക്കുട്ടിയും ഗോവിന്ദമാമനും ശ്രദ്ധിച്ചത്. പെട്ടെന്ന് എഴുന്നേറ്റ അയാൾ അകത്തേക്ക് പോയി. എന്താണ് കാര്യമെന്നറിയാതെ മറ്റുള്ളവർ മുഖാമുഖം നോക്കുമ്പോൾ തൻ്റെ മുറിയിൽ ചാരി വെച്ചിരുന്ന വടിയുമായി അയാൾ ഇറങ്ങി വന്നു. മൂസാക്കുട്ടി, ആ ശബ്ദത്തിന് വല്ലാത്തൊരു ശക്തിയുണ്ടായിരുന്നു. എൻ്റെ മക്കൾ മരിച്ചുവെന്ന് കരുതി നിങ്ങളുടെ ജോലി മുടങ്ങാൻ പാടില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അനന്തപത്മനാഭൻ്റെ തീരുമാനങ്ങൾക്കും മാറ്റമില്ല. നിങ്ങൾ തടിവെട്ട് തുടങ്ങുവാൻ പോവുകയാണ് ഇപ്പോൾ, ഈ നിമിഷം മുതൽ. അവിശ്വസനീയതോടെ മൂസാക്കുട്ടി അനന്തപത്മനാഭനെ നോക്കി. താൻ എങ്ങനെ നോക്കുകയും മറ്റും വേണ്ട. എൻ്റെ മക്കളല്ലേ മരിച്ചത്? ഞാനതങ്ങ് മറന്നു കഴിഞ്ഞു. വരൂ, പണി തുടങ്ങാം. മൂസാക്കുട്ടി നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. അനന്തപത്മനാഭന് സ്വബോധം നഷ്ടപ്പെടുകയാണോ എന്ന് പോലും അയാൾ സംശയിച്ചു. വാടോ മൂസാക്കുട്ടി. അനന്തപത്മനാഭൻ അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അനന്ത, അത്... ഗോവിന്ദമാമൻ എന്തോ പറയാൻ ഭാവിച്ചു. അയാൾ ആ വൃദ്ധന് നേരെ കൈ ചൂണ്ടി. മിണ്ടരുത്, ഇതെൻ്റെ വീട്ടുകാര്യമാണ്. മറ്റാരും ഇടപെടേണ്ട. നിങ്ങൾ പോയി ആ റോഡിൽ നിൽക്കുന്ന പട്ടികളോട് പറ, ഒന്നുകിൽ അനന്തപത്മനാഭൻ മരിക്കാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ ഇന്നോടുകൂടി ഈ സർപ്പക്കാവ് നശിക്കാൻ പോവുകയാണെന്ന്. എല്ലാവരും കണ്ണു തുറന്നു കണ്ടോളം പറ. ഈ മനുഷ്യനെ യാതൊരു തരത്തിലും ശാന്തനാക്കാനാവില്ലെന്ന് മൂസാക്കുട്ടിക്ക് തോന്നി. താൻ വരുന്നോ ഇല്ലയോ? ആ ചോദ്യത്തിനും മൂസാക്കുട്ടി ഉത്തരം നൽകിയില്ല. ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് വെച്ച് താനിപ്പോൾ തടിവെട്ടാൻ പോകാൻ പറ്റുമോ? ശവങ്ങൾ കത്തിയെരിയുന്നതിൻ്റെ ഗന്ധം അന്തരീക്ഷത്തിൽ നിറയുകയാണ്. അതിനിടയ്ക്ക് എങ്ങനെയും ഇദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് പിന്മാറുകയാണ് വേണ്ടത്. അനന്ത സാറ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഏതായാലും നമുക്ക് ഇന്ന് തടി വെട്ടണ്ട, നാളെ. അയാൾ വാചകം പൂർത്തിയാക്കുവാൻ അനന്തപത്മനാഭൻ സമ്മതിച്ചില്ല. വേണ്ടടാ, വേണ്ട. ഒരുത്തൻ്റെയും സഹായമില്ലെങ്കിലും ഇന്ന് ഞാൻ സർപ്പക്കാവിലെ ഒരു തടിയെങ്കിലും വീഴ്ത്തിയിരിക്കും. കൊടുങ്കാറ്റ് പോലെ മുന്നോട്ട് കുതിച്ച അയാൾ ഞൊടിയിടയിൽ മൂസാക്കുട്ടി ഭിത്തിയിൽ ചാരി വെച്ചിരുന്ന പണിയായുധങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മൂർച്ചയുള്ള ഒരു മഴു വലിച്ചെടുത്തു. അത് കണ്ടു നിന്നവരൊക്കെ കിടുങ്ങിപ്പോയി. മൂസാക്കുട്ടി മുന്നോട്ടെടുത്തപ്പോൾ അയാൾ അലറി, അടുക്കരുത്. ആരെ അടുത്തു വന്നാലും അവൻ്റെ നെഞ്ചിൽ ഈ മഴു പതിക്കും. പിടിച്ചു നിർത്തിയതുപോലെ മൂസാക്കുട്ടി നിന്നുപോയി. അയാൾ എന്തു ചെയ്യാൻ മടിക്കില്ലെന്ന് ആ മുഖഭാവത്തിൽ നിന്നും വ്യക്തമാകുമായിരുന്നു. മഴുവുമായി സർപ്പക്കാവിന് നേരെ 4-5 ചൂടുകൾ വച്ച അനന്തന പത്മനാഭൻ പൊടുന്നനെ വെട്ടിത്തിരിഞ്ഞ് പടിപ്പുരയ്ക്ക് നേരെ ഓടിച്ചെന്നു. അവിടെ റോഡിൽ കാഴ്ച കണ്ടുകൊണ്ട് നിന്നവരെയൊക്കെ ഭയന്ന് തിരിഞ്ഞോടി. ഓടണ്ടടാ, കണ്ണു തുറന്ന് കണ്ടോളീൻ. അനന്തൻ തടി വെട്ടി വീഴ്ത്താൻ പോവുകയാണ്. തിരിഞ്ഞും വീണ്ടും സർപ്പക്കാവിലേക്ക് ഓടിപ്പോയവർ മടങ്ങി വന്നു. ജന ഉദ്വേഗത്തോടെ നിന്നു. ഇനി ഏതു നിമിഷവും എന്തും സംഭവിക്കാം. സർപ്പക്കാവിലെത്തിയ അനന്തപത്മനാഭൻ്റെ കണ്ണുകൾ ഓരോ തടിയിലേക്ക് മാറി മാറി പതിഞ്ഞു. ഏതു വേണം ആദ്യം? അയാൾ ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു. ഈ കാവിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന പാമ്പുകളോടാണ് ഞാൻ പറയുന്നത്. തടി വെട്ടി വീഴ്ത്താൻ പോവുകയാണ് ഞാൻ. മറിഞ്ഞിരിക്കാതെ ചുണയുണ്ടെങ്കിൽ പുറത്തുവാ. സർപ്പശ്രേഷ്ഠൻ്റെ പേരുള്ള ഞാൻ അറിഞ്ഞുകൊണ്ട് മരണത്തെ പുൽകാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ. എല്ലാവരും കൂടി. ഏതായാലും വേണ്ട. ഇതൊരു സർപ്പക്കാവാണെന്നും സർപ്പങ്ങൾ സത്യമുള്ളവരാണെന്നും ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഇറങ്ങി വാ. തടി വെട്ടി വീഴ്ത്തും മുമ്പ് തന്നെ. അയാൾ 2-3 അടി മുന്നോട്ടെടുത്തു. അവിടെ നിന്നിരുന്ന ഏറ്റവും വലിയ ആഞ്ഞിലി അടിമുടിയൊന്ന് നോക്കിയിട്ട് മഴു ഉയർത്തി ഒറ്റവെട്ട്. ജനങ്ങൾ ശ്വാസം പോലും കഴിക്കാൻ മറന്നുപോയി. അനന്തപത്മനാഭൻ തടിയിലുറച്ച മഴു തിക്കി ഇളക്കിയെടുത്തു. അടുത്ത നിമിഷം അറിയാതൊരു നിലവിളി അയാളുടെ തൊണ്ടയിൽ കുരുങ്ങി. തടിയിൽ വെട്ടുകൊണ്ട ഭാഗത്തുകൂടി പുറത്തേക്ക് ചോരയൊഴുകുന്നു. കുടത്തിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴിക്കുന്ന വേഗത്തിൽ. അത് കണ്ട് അനന്തപത്മനാഭൻ അലറിച്ചിരിക്കാൻ തുടങ്ങി. മൂസാക്കുട്ടിയും ഗോവിന്ദമാമനുമൊക്കെ അത് കണ്ടു. അവർക്ക് ശ്വാസം വിലങ്ങി. അനന്തപത്മനാഭനെ തിരിച്ചു വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും നാവനങ്ങിയില്ല. പെട്ടെന്ന് പണിക്കാരിൽ ഒരാളാണ് ആഞ്ഞിലിയുടെ മുകളിലേക്ക് കയച്ചുകൊണ്ടിയത്. അവിടെ തടിയിൽ പറ്റിപ്പിടിച്ച് വളർന്നു നിൽക്കുന്ന അണ്ണാൻ പുറ്റുകൾക്കുള്ളിൽ നിന്നും താഴേക്ക് ഊഴ്ന്നിറങ്ങുന്ന പാമ്പുകൾ. അനന്തപത്മനാഭൻ അത് കണ്ടില്ല. ചോരയൊഴുകുന്നത് നോക്കിക്കൊണ്ട് അയാൾ വീണ്ടും മഴു ഉയർത്തി. അപ്പോഴേക്കും അണ്ണാൻ പുറ്റിൽ നിന്നും പിടിവിട്ടൊരു പാമ്പ് അയാളുടെ കയ്യിൽ വന്ന് വീണു. ചുറ്റി. മഴു തറയിൽ വീണു. മുകളിൽ നിന്നും തുരുത്തുരെ പാമ്പുകൾ വീണു. തലേന്ന് സ്വപ്നം കണ്ടതുപോലെ അവ അയാളുടെ ശരീരത്തെ ചുറ്റിപ്പിടിച്ചു. അപ്പോൾ ആഞ്ഞിലിത്തടിയിൽ ഒരു രൂപം തെളിയുന്നതും അത് ഇങ്ങനെ പറയുന്നതും അനന്തപത്മനാഭൻ മാത്രം അറിഞ്ഞു. പാമ്പിൻ്റെ ഉടലും സ്ത്രീയുടെ ശിരസുമുള്ള സ്ത്രീ. അനന്ത, ഇതൊരു നിയോഗമാണ്. പാമ്പ് കടിയേറ്റ് നീ മരിച്ചേ പറ്റൂ. കഴിഞ്ഞ ജന്മത്തിൽ നീ ചെയ്ത പാപങ്ങളുടെ ഫലം. എന്നിട്ടും നിന്നെ രക്ഷിക്കാൻ ഞാൻ ആകുന്നത് ശ്രമിച്ചു. കഴിഞ്ഞില്ല. വിഷമിക്കേണ്ട. ഈ കാവിൻ്റെ പ്രശസ്തി എങ്ങും പരക്കും. നിന്റെ തറവാട് നാഗക്ഷേത്രമാകും. അതിൻ്റെ ഒരു മൂലയിൽ നിൻ്റെയും നിൻ്റെ കുടുംബത്തിലുള്ളവരുടെയും ആത്മാക്കളെ കുടിയിരുത്തപ്പെടും. അടുത്ത ജന്മത്തിൽ നിങ്ങളെല്ലാം സർപ്പങ്ങളായി ജനിക്കും. ആ രൂപം മറഞ്ഞു. അറിയാതെ അനന്തപത്മനാഭൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അമ്മേ, മാപ്പ്. ഒപ്പം അയാൾ പിന്നോട്ട് മലർന്നു. ഈ കാഴ്ച കാണുവാൻ അപ്പോൾ ആ പരിസരത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഭീതി പൂണ്ട മനസ്സുമായി തിരിഞ്ഞോടുകയായിരുന്നു എല്ലാവരും. കഥ അവസാനിച്ചു.